അന്നമനട ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മസേനയുടെ ആവശ്യത്തിനോടുന്ന വാഹനത്തിൽ നിന്നും ചില്ലിഭരണി റോഡിൽ തെറിച്ചു വീണ് ബൈക്ക് യാത്രക്കാരന് പരിക്ക്. നവംബർ 15-ാം തീയതിയാണ് സംഭവം നടന്നത്. വലിയപറമ്പ് സ്വദേശിയായ പൈക്കാട്ട് വീട്ടിൽ ജിനീഷിനാണ് പരിക്കേറ്റത്. ഞാനിങ്ങനെ പാലശ്ശേരിയിൽ പണി കഴിഞ്ഞിട്ട് അന്നമനട വഴി വരുന്ന വഴിക്ക് അന്നമനടയിൽ നിന്ന് വലിയപറമ്പിലേക്ക് വരുമ്പോൾ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഇതുപോലെ പഞ്ചായത്തിൻ്റെ വണ്ടി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനെന്തോ തെറിച്ച് ഒരു കുട്ടി തെറിച്ച് വീണത് കണ്ട്. പക്ഷെ ഞാൻ പെട്ടെന്ന് എനിക്കത് ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ സമയത്ത് ഞാൻ ബ്രേക്ക് ചെയ്ത് സ്കിഡ് ചെയ്ത് വീഴുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞ് പിന്നെ തൊട്ട് ബാക്കിൽ തന്നെ ഒരു ആംബുലൻസ് വരുന്നുണ്ടായിരുന്നു. ഞാൻ ആംബുലൻസ് കൈ കാണിച്ച് നിർത്തി നേരെ ഹോസ്പിറ്റലിൽ പോയി. ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ പഞ്ചായത്തിൻ്റെ ആളുകൾ വന്നിട്ട് അവർ എന്താ വേണമെന്ന് വെച്ചാൽ ചെയ്യാന്നുള്ള രീതിയിൽ ഹോസ്പിറ്റലിൽ ചിലവൊക്കെ നോക്കാമെന്നുള്ള രീതിയിൽ അവർ പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ എനിക്കൊരു 20ഓളം സ്റ്റിച്ച് ഇടേണ്ടി. പിന്നെ എൻ്റെ ഫോൺ ഡിസ്പ്ലേ പൊട്ടി. പിന്നെ എന്താണ് അവരിപ്പോൾ പറയണത് വെച്ച് കഴിഞ്ഞാൽ ഒന്നും തരാൻ പറ്റില്ല, അവർ ഹോസ്പിറ്റൽ ചിലവ് കൊടുക്കാമെന്ന് പറയണേ. അപ്പോൾ ഞാനിപ്പോൾ ഇപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ വിളിച്ചു. പഞ്ചായത്ത് ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ വിളിച്ചിട്ട് അവർ പറഞ്ഞത് ആ ബില്ല് ഞാൻ പേ ചെയ്യണമെന്ന് പറഞ്ഞു. അത് പഞ്ചായത്തുകാർ അടയ്ക്കില്ല, ഞാൻ പേ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് നിവൃത്തിയില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ അങ്ങനെ നിലവിലിപ്പോൾ അങ്ങനെ നിൽക്കുന്നു. അപ്പോൾ എന്നോട് ആക്സിഡൻ്റ് ആയ സമയത്ത് അവിടെ വന്നിട്ട് അവർ ഹോസ്പിറ്റലിൽ വന്നിട്ട് ചിലവുകളെല്ലാം നോക്കിക്കോളാം, ബാധ്യതകളൊക്കെ അവർ ഏറ്റെടുത്തോളാം എന്നുള്ള രീതിയിൽ എന്താ വേണ്ടതെന്ന് വെച്ച് ചെയ്യാന്നുള്ള രീതിയിലാണ് ആദ്യം സംസാരിച്ചിരുന്നത്. പിന്നീട് ഇപ്പോൾ അവർ പറയുന്നത് കേസായി കഴിഞ്ഞപ്പോൾ ഇനിയിപ്പോൾ ബില്ല് ഞങ്ങൾ പേ ചെയ്യില്ല. അപ്പോൾ എന്നെ ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു അത് ഞാൻ തന്നെ പേ ചെയ്യണമെന്നാണ് ഹോസ്പിറ്റലിൽ പറയണത്. പെയിന്റിംഗ് ജോലി കഴിഞ്ഞ് പാലിശ്ശേരിയിൽ നിന്നും മടങ്ങുന്ന വഴിക്ക് കുമ്പിടി കനാലിൽ വെച്ചാണ് വാഹനത്തിൽ നിന്നും ചില്ലുഭരണി ജിനീഷിന്റെ കാലിലേക്ക് വീണത്. തുടർന്ന് നിയന്ത്രണം തെറ്റിയ ജിനീഷ് അപ്പോൾ തന്നെ റോഡിലേക്ക് വീഴുകയും കാലിന് പരിക്കേൽക്കുകയും ചെയ്തതായി പറയുന്നു. ഈ വിഷയത്തിൽ മാള പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. 1.5 നൂറ്റാണ്ടായി ചുമയ്ക്കും ജലദോഷത്തിനും കഫക്കെട്ടിനും ആശ്വാസം നൽകുന്ന ഔഷധക്കൂട്ട് ആയുഷ് സർട്ടിഫിക്കേഷൻ മികവുമായി KP പത്രോസ് വൈദ്യൻ കണ്ടംകുളത്തി ഏലാതി ലേഹ്യം.